ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാലയിലെ ഇന്നത്തെ അപ്ഡേറ്റുകൾ നോക്കാം. ഇന്ന് തീയതി 2/5/2025. PG MTech പ്രവേശനം 2025 അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ദീർഘിപ്പിച്ചിരിക്കുന്നു. കേരള സർവകലാശാലയുടെ വിവിധ പഠന ഗവേഷണ വകുപ്പുകളിൽ MA, MCom, MSc, MCJ, MSc, LLM, MSW, MTech എന്നീ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നടത്തുന്നതിനായിട്ട് ഓൺലൈൻ മുഖേന അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2025 മെയ് 10 വരെ നീട്ടിയിരിക്കുന്നു. യോഗ്യത 50% മാർക്കോടെ ബിരുദം. അവസാന വർഷ പരീക്ഷ എഴുതുന്നവർക്കും അപേക്ഷിക്കാം. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് admission.keralauniversity.ac.in വഴി ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 9188524612 എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ 047123083228 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. CSSPGHelp2025@gmail.com എന്ന ഇമെയിൽ മുഖേന നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 2024 ഫെബ്രുവരിയിൽ നടത്തിയ 3ാം സെമസ്റ്റർ MSc ഫിസിക്സ് മെയിൻ സെഷൻ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടിനിക്ക് sm.keralauniversity.ac.in മുഖേന 2025 മെയ് 9 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഡിഗ്രി ഫസ്റ്റ് സെമസ്റ്റർ വാല്യുവേഷൻ ക്യാമ്പ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തതായിട്ട് പറയപ്പെടുന്നു. ഒഫീഷ്യലി നമുക്കറിയില്ല, അൺഒഫീഷ്യലി കിട്ടിയ ഇൻഫർമേഷനാണ്. അപ്പോൾ എങ്ങനെ പോയാലും നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ ഈ ഒരു മന്ത് ലാസ്റ്റോട് കൂടിയിട്ട് റിസൾട്ട് നമുക്ക് ഹോപ്പ് ചെയ്യാം. ദെൻ സെക്കൻഡ് സെമസ്റ്റർ FIUGPയുടെ എക്സാം ഡേറ്റുമായി റിലേറ്റ് ചെയ്തുള്ള കൺഫ്യൂഷൻസ് നിലനിൽക്കുന്നുണ്ട്. മെയ് 12 മുതൽ എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ടൈം ടേബിൾ ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ടൈം ടേബിൾ വന്നാൽ മാത്രം നമുക്കത് കൺഫേം ആക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ടൈം ടേബിൾ വേണമെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം മുമ്പ് വേണമെങ്കിൽ പബ്ലിഷ് ചെയ്ത് എക്സാം നടത്തിയിട്ടുള്ള മുമ്പ് ഇതുപോലെ നടന്നിട്ടുണ്ട്. അപ്പം അതുവേണ്ടി അല്ലെങ്കിൽ 10 ദിവസം മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടില്ലല്ലോ, അപ്പം 12 നടത്താനുള്ള ചാൻസ് ഉണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു പോവുക. ടൈം ടേബിൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളേക്ക് അത് എത്തിക്കുന്നതായിരിക്കും. മറ്റുള്ള ഒഫീഷ്യൽ ഇൻഫർമേഷൻ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ടുമായി റിലേറ്റ് ചെയ്തിട്ട് വാല്യുവേഷനും കാര്യങ്ങളൊക്കെ തന്നെ വളരെ മുമ്പ് തന്നെ നടന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. പ്രോസസ്സിങ്ങിലാണ്, പക്ഷേ ഇതുവരെയും പബ്ലിഷ് ചെയ്തിട്ടില്ല റിസൾട്ട്. അത് നമുക്ക് എന്തുകൊണ്ടാണെന്നുള്ള റീസൺ നമുക്ക് അറിയില്ല. ഒഫീഷ്യലായിട്ട് ഡീറ്റെയിൽസ് വന്നാൽ നിങ്ങളേക്ക് അത് ഇൻഫർമേഷൻ എത്തിക്കുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു സോ മച്ച്.